എടുക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി എക്സാമിന് 30 ദിവസത്തിൽ താഴെ മാത്രമേ ഉള്ളൂ അല്ലെ. ആയിക്കോട്ടെ, സ്റ്റാഫ് നഴ്സ് എക്സാം ആയിക്കോട്ടെ, നോർസെറ്റ് എക്സാം ആയിക്കോട്ടെ, ഏതെടുത്തു കഴിഞ്ഞാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് OBG എന്ന ടോപ്പിക്കാണ് കേട്ടോ. വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. എജ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് OBG എന്ന ടോപ്പിക്കാണ് കേട്ടോ. OBG എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഓൺലൈനേഴ്സ്, അതായത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു അല്ലേ. ഒരു 50 ഓൺലൈനേഴ്സ്, അതായത് 50 ഓൺലൈനേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഏത് ഒരു നഴ്സിംഗ് എക്സാം എടുത്തു കഴിഞ്ഞാലും, JPH ആയിക്കോട്ടെ, സ്റ്റാഫ് നഴ്സ് എക്സാം ആയിക്കോട്ടെ, നോർസെറ്റ് എക്സാം ആയിക്കോട്ടെ, ഏതെടുത്തു കഴിഞ്ഞാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 50 പോയിന്റ്സ് ആണ് നമ്മൾ OBGയിൽ നിന്ന് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അതിനോടൊപ്പം ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ JPHന്റെ റിവിഷൻ ബാച്ച് അഡ്മിഷൻ തുടരുന്നുണ്ട്. നമ്മുടെ ബാച്ച് ഓൾറെഡി ജസ്റ്റ് 1-2 ക്ലാസ് ആയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി എക്സാമിന് 30 ദിവസത്തിൽ താഴെ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഡിസ്കഷനിലേക്ക് പോകാം. സോ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഡ്യൂറേഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസി അല്ലെ. അറിയാം എല്ലാവർക്കും 9 months നമ്മൾ പറയും അല്ലെ. എന്നാലും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് 280 days 280 ദിവസം അല്ലെങ്കിൽ 40 ആഴ്ച 40 weeks ആണ്. ദെൻ ഫസ്റ്റ് ഫീറ്റൽ മൂവ്മെന്റ് ഫെൽ ബൈ ദ മദർ, അതായത് അമ്മയ്ക്ക് ആദ്യമായിട്ട് ഫീറ്റൽ മൂവ്മെന്റ് സ്റ്റാർട്ട് തോന്നുന്നതിന് അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ക്യുക്കനിങ് എന്ന് പറയും കേട്ടോ. ക്യുക്കനിങ് ആണ് ഫസ്റ്റ് ഫീറ്റൽ മൂവ്മെന്റ് ഫെൽ ബൈ ദ മദർ. നെക്സ്റ്റ് ചാഡ്വിക് സൈൻ. ഈ സൈൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ചാഡ്വിക് സൈൻ എന്താണ്? ഇൻഡിക്കേറ്റ്സ് ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് വജൈനൽ മ്യൂക്കോസ. വജൈനൽ മ്യൂക്കോസയുടെ അല്ലെങ്കിൽ വജൈനൽ മ്യൂക്കോസയിലെ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ കാണുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി ചാഡ്വിക് സൈൻ എന്ന് പറയുക. അത് വാസ്കുലാരിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഒരു സൈൻ ആണ് എന്ന് കൂടി ഓർക്കുക. നെക്സ്റ്റ് ഗൂഡിൽ സൈൻ എന്താണ്? സോഫ്റ്റനിങ് ഓഫ് സെർവിക്സ് അല്ലെ. സെർവൈക്കൽ സോഫ്റ്റനിങ്ങിനെയാണ് നമ്മൾ ഗൂഡിൽ സൈൻ എന്ന് പറയുക. നെക്സ്റ്റ് ഹഗാ സൈൻ എന്താണ്? സോഫ്റ്റനിങ് ഓഫ് ലോവർ യൂട്രൈൻ സെഗ്മെന്റ് അല്ലെ. നമ്മുടെ യൂട്രസിന്റെ ലോവർ സെഗ്മെന്റിൽ ഉണ്ടാകുന്ന സോഫ്റ്റനിങ്ങിനെയാണ് നമ്മൾ ഹഗാ സൈൻ എന്ന് പറയുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നെഗിൽസ് റൂൾ കേട്ടോ. നെഗിൽസ് റൂൾ എന്ന് പറയുന്നത് എന്തിനാ യൂസ് ചെയ്യുന്നത്? എസ്റ്റിമേറ്റ് ദ EDD എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി അല്ലെ. അപ്പം EDD എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല എന്താണ്? നെഗിൽസ് ഫോർമുല അല്ലെങ്കിൽ നെഗിൽസ് റൂൾ ആണ്. എന്താ അത് പറയുന്നത്? ബൈ ആഡിങ് 9 months plus 7 days to LMP, അതായത് ഫസ്റ്റ് ഡേ ഓഫ് ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് കേട്ടോ. അങ്ങനെ പറയുന്നത് ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡിന്റെ ഫസ്റ്റ് ഡേയോട് കൂടി നമ്മൾ 9 months ആഡ് ചെയ്യണം. അതോടൊപ്പം 7 ദിവസം കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി കിട്ടും. നെക്സ്റ്റ് എൻഗേജ്മെന്റ്. എന്താ ഫീറ്റൽ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്? മീൻസ് ദ ഫീറ്റൽ ഹെഡ് ഹാസ് എന്റേർഡ് ദ പെൽവിക് ബ്രിം. നമ്മുടെ മെറ്റേണൽ പെൽവിസിന്റെ ബ്രിം ഉണ്ടല്ലോ, അതായത് ഫോൾസ് പെൽവിസിനും ട്രൂ പെൽവിസിനും തമ്മിൽ വേർതിരിക്കുന്ന ബ്രിം, അതിന് ആ ഏരിയയാണ് നമ്മൾ പെൽവിക് ബ്രിം എന്ന് പറയുക. സോ ഈ പെൽവിക് ബ്രിമിൽ എൻറ്റർ ചെയ്യുക അല്ലെങ്കിൽ ഈ പെൽവിക് ബ്രിം ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻഗേജ്മെന്റ് നടന്നു എന്ന് പറയുക. നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ട്സ് വിത്ത് ട്രൂ ലേബർ പെയിൻ ആൻഡ് എൻഡ്സ് വിത്ത് ഫുൾ സെർവൈക്കൽ ഡയലേഷൻ. അതായത് അമ്മയ്ക്ക് ട്രൂ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ സെർവിക്സിന്റെ ഫുൾ ഡയലേഷൻ, അതായത് 10 cm ഡയലേഷൻ വരെ എത്തുന്ന പീരീഡിനാണ് നമ്മൾ എന്ത് പറയുക? ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുക. അപ്പൊ എന്താണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ? അതായത് ഫുൾ ഡയലേഷൻ ഓഫ് സെർവിക്സ് ടു ഡെലിവറി ഓഫ് ദ ബേബി അല്ലെ. അതായത് സെർവിക്സിന്റെ ഫുൾ ഡയലേഷൻ മുതൽ ബേബി ഡെലിവർ ആകുന്നത് വരെയുള്ള സമയം അല്ലെ, അതിനാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുക. അപ്പൊ എന്താ തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ? അതായത് ഫ്രം ബേബീസ് ഡെലിവറി ടു പ്ലാസന്റൽ എക്സ്പൾഷൻ, അതായത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം പ്ലാസന്റ കൂടെ പുറത്തേക്ക് വരേണ്ടതുണ്ട് അല്ലെ. സോ ഈ പ്ലാസന്റൽ എക്സ്പൾഷൻ, അതായത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം പ്ലാസന്റ എക്സ്പെൽ ചെയ്യുന്നത് വരെയുള്ള സമയത്തിനാണ് നമ്മൾ തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുക. നെക്സ്റ്റ് ബ്ലഡ് ലോസിനെ കുറിച്ചാണ്. നോർമൽ വജൈനൽ ഡെലിവറിയിൽ ഉണ്ടാകാവുന്ന ബ്ലഡ് ലോസ് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് നടക്കാവുന്ന ബ്ലഡ് ലോസ് എത്രയാണ്? 500 ml ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ് നോർമൽ ബ്ലഡ് ലോസ് ഇൻ സിസേറിയൻ സെക്ഷൻ ഡെലിവറി. സിസേറിയൻ ഡെലിവറി ആയിരുന്നുവെങ്കിൽ അവിടെയുള്ള നോർമൽ ബ്ലഡ് ലോസ് എത്രയാണ്? 1000 ml അല്ലെങ്കിൽ 1 ലിറ്റർ ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ് നോർമൽ ബ്ലഡ് ലോസ് ഇൻ സിസേറിയൻ ഹിസ്റ്റക്ടമി കേട്ടോ. സിസേറിയൻ ഹിസ്റ്റക്ടമിയിൽ നോർമൽ ബ്ലഡ് ലോസ് ഉണ്ടാകുന്നത് 1.5 ലിറ്റർ അല്ലെങ്കിൽ 1500 അല്ലെങ്കിൽ 1500 ml ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ് മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാവുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സൈറ്റ് ഏതാണ്?
ആംബുള്ള ഓഫ് ഫെലോപ്പിയൻ ട്യൂബ് അല്ലെ, ഫെലോപ്പിയൻ ട്യൂബിന്റെ ആംബുള്ള എന്ന പോർഷനിലാണ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള സൈറ്റ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫണ്ടൽ ഹൈറ്റ് 24 വീക്സ്. എവിടെയാണ് ഈ 24 വീക്സിൽ ഫണ്ടൽ ഹൈറ്റ് എവിടെയായിരിക്കും? അംബ്ലിക്കസ്, അറ്റ് ദ ലെവൽ ഓഫ് അംബ്ലിക്കസ് ആയിരിക്കും 24 വീക്സിൽ ഫണ്ടൽ ഹൈറ്റ് എന്ന് ഓർക്കുക. നെക്സ്റ്റ് ഇനി ഇമ്പോർട്ടന്റ് ആണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് പോസ്റ്റ് പാർട്ടം ഹെമറേജ് അറിയാം അല്ലെ, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകാവുന്ന ഹെമറേജ്, അതിനാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് പറയുന്നത്. ഇതിന്റെ മോസ്റ്റ് കോമൺ കോസ് എന്താണ്? യൂട്രൈൻ അറ്റോണി കേട്ടോ, യൂട്രൈൻ അറ്റോണി ആണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ മിൽക്ക് പ്രൊഡക്ഷൻ കേട്ടോ, മിൽക്ക് പ്രൊഡക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ ഏതാണ്? പ്രൊലാക്റ്റിൻ കേട്ടോ, പ്രൊലാക്റ്റിൻ ആണ്, പ്രൊലാക്റ്റിൻ ആണ് മിൽക്ക് പ്രൊഡക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ. ദ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ മിൽക്ക് ഇജക്ഷൻ, അതായത് മിൽക്ക് ഇജക്ട് ചെയ്യാൻ, ബ്രസ്റ്റിൽ നിന്ന് മിൽക്ക് പുറത്തേക്ക് വരാൻ ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ എന്താണ്? ഓക്സിറ്റോസിൻ. ഇമ്പോർട്ടന്റ് ആണ്, ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ മിൽക്ക് ഇജക്ഷൻ എന്താണ്? ഓക്സിറ്റോസിൻ ആണ്. നെക്സ്റ്റ് പ്രീ എക്ലാംസിയ അറിയാമല്ലോ, പ്രീ എക്ലാംസിയയിൽ കാണുന്ന ട്രയാഡ് ഓഫ് സിംറ്റംസ്, അതായത് പ്രീ എക്ലാംസിയയിൽ കാണുന്ന 3 സിംറ്റംസ് എന്തൊക്കെയാണ്? ഹൈപ്പർ ടെൻഷൻ, പ്രൊട്ടീനൂരിയ, എഡീമ കേട്ടോ. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും, പ്രൊട്ടീനൂരിയ ഉണ്ടാകും, എഡീമ ഉണ്ടാകും. അത് പ്രീ എക്ലാംസിയ ആണ്. അപ്പൊ എന്താണ് എക്ലാംസിയ? പ്രീ എക്ലാംസിയ വിത്ത് സീഷേഴ്സ്, അതായത് പേഷ്യന്റിന് പ്രീ എക്ലാംസിയ ഉണ്ടാകുന്നുണ്ട്, അതിനോടൊപ്പം സീഷർ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? എക്ലാംസിയ എന്ന് പറയും കേട്ടോ. നെക്സ്റ്റ് ഹെൽപ്പ് സിൻഡ്രോം ചോദിക്കുന്നതാണ്. എന്താണ്? ഹീമോലിസിസ്, എലിവേറ്റഡ് ലിവർ എൻസൈം, ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അല്ലെ. ഹീമോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സെൽ ഡിസ്ട്രക്ഷൻ ആണ് ഹീമോലൈസിസ്. ലിവർ എൻസൈംസ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ എലിവേറ്റ് ചെയ്യുന്നതാണ് എലിവേറ്റഡ് ലിവർ എൻസൈംസ്. ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമലി പറയാ 1.5 to 4 അല്ലെങ്കിൽ 4.5 lakhs ആണ് നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പറയുക. ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 lakh ആണ് നമ്മൾ സാധാരണ ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുക. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഗ്രാവിഡ ആൻഡ് പാര അല്ലെ. ഗ്രാവിഡ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രഗ്നൻസീസ് ആണ്. പാര എന്ന് പറഞ്ഞാലോ നമ്പർ ഓഫ് ഡെലിവറീസ് മോർ ദാൻ 20 വീക്സ്, അതായത് 20 വീക്സ് പ്രഗ്നൻസി അല്ലെങ്കിൽ ജസ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന എത്ര ഡെലിവറീസ് ഉണ്ട് അതിനാണ് നമ്മൾ പാര എന്ന് പറയുക. നെക്സ്റ്റ് സൈൻ ഓഫ് ഫീറ്റൽ ഡിസ്ട്രസ് ഓൺ CTG. എന്താ CTG? കാർഡിയോടോക്കോഗ്രഫി അല്ലെ. സോ ഈ CTGയില് ഫീറ്റൽ ഡിസ്ട്രസിന്റെ സൈൻ എന്താണ്? ലേറ്റ് ഡീസെലറേഷൻ ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ് മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രഗ്നൻസി ഔട്ട്സൈഡ് ദ നോർമൽ യൂട്രൈൻ കാവിറ്റി അല്ലെ. നമ്മുടെ യൂട്രസിന്റെ കാവിറ്റിയിൽ അല്ലാതെ വേറെ എവിടെയാണോ ഇംപ്ലാന്റേഷൻ നടക്കുക, വേറെ എവിടെയാണോ ഈ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഈ ഫീറ്റസിന്റെ ഗ്രോത്ത് നടക്കുക, അതിനാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുക. സോ ഇതിന്റെ മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫെലോപ്പിയൻ ട്യൂബ് ആണെന്ന് ഓർക്കാം. നെക്സ്റ്റ് ബെസ്റ്റ് പൊസിഷൻ ഫോർ യൂട്രൈൻ ഡിസ്പ്ലേസ്മെന്റ് സുപ്പൈൻ ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ലെഫ്റ്റ്. ഏതാണ്? ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ ആണ് എന്ന് ഓർക്കാം. നെക്സ്റ്റ് എന്താണ് മെനാർക്കി എന്ന് പറയുക? മെനാർക്കി എന്ന് പറഞ്ഞാൽ ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ അല്ലെ. മെൻസ്ട്രേഷന്റെ സ്റ്റാർട്ടിങ്ങിനാണ് നമ്മൾ മെനാർക്കി എന്ന് പറയുക. ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ ആണ് മെനാർക്കി എന്ന് പറയുക. നെക്സ്റ്റ് മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് സർവൈക്കൽ ക്യാൻസർ. ഇമ്പോർട്ടന്റ് ആണ്. മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് സർവൈക്കൽ ക്യാൻസർ എന്താണ്? സ്കോമോ കോളുമിനാർ ജംഗ്ഷൻ അല്ലെ. സ്കോമോ കോളുമിനാർ ജംഗ്ഷൻ. ഇതിന് വേറെ ഒരു പേര് കൂടെ ഉണ്ട്, അറിയാവോ എന്താണെന്ന്? സ്കോമോ കോളുമിനാർ ജംഗ്ഷന് വേറൊരു പേര് അതിന് പറയുന്നത് ട്രാൻസ്ഫർമേഷൻ സോൺ എന്നാട്ടോ പറയുക. എന്താണ്? ട്രാൻസ്ഫർമേഷൻ സോൺ. ഇതാണ് മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുക. നെക്സ്റ്റ് എന്താണ്? എൻഡോമെട്രിയോസിസ് ചോദിക്കാം. എന്താണ് എൻഡോമെട്രിയോസിസ്? പ്രസൻസ് ഓഫ് എൻഡോമെട്രിയൽ ടിഷ്യൂ ഔട്ട്സൈഡ് ദ യൂട്രസ്. അതായത് എൻഡോമെട്രിയൽ ടിഷ്യൂ യൂട്രസിന്റെ പുറത്ത്. നോർമലി അത് എൻഡോമെട്രിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് യൂട്രസിന്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണ്. സോ അത് യൂട്രസിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. സോ ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ യൂട്രസിന്റെ പുറത്ത് ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രസന്റ് ആയിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? എൻഡോമെട്രിയോസിസ് എന്ന് പറയും. നെക്സ്റ്റ് മോസ്റ്റ് കോമൺ സിംറ്റം ഓഫ് ഫൈബ്രോയിഡ്. നമ്മൾ ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. അതിന്റെ മോസ്റ്റ് കോമൺ സിംറ്റം എന്താണ്? മെനോറേജിയ. എന്താണ് മെനോറേജിയ? എക്സസീവ് മെൻസുറേഷൻ അല്ലെ. അതിനാണ് നമ്മൾ മെനോറേജിയ എന്ന് പറയുക. ദെൻ പാപ്സ്മിയർ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് പാപ്സ്മിയർ? അതായത് പെപ്പനിക്കോളോ കേട്ടോ. പെപ്പനിക്കോളോ സ്മിയർ ആണ്. എന്തിനാ അത് യൂസ് ചെയ്യുന്നത്? സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ സെർവൈക്കൽ ക്യാൻസർ കേട്ടോ. നമ്മുടെ സെർവൈക്കൽ ക്യാൻസറിന്റെ സ്ക്രീനിങ് ടെസ്റ്റ് ആണ് പാപ്സ്മിയർ എന്നറിയപ്പെടുന്ന പെപ്പനിക്കോളോ എന്ന് ഓർക്കുക. നെക്സ്റ്റ് PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അല്ലെ. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഈസ് അസോസിയേറ്റഡ് വിത്ത്, അതിന്റെ കൂടെ എന്തൊക്കെ ഉണ്ടാകും? ഹിർസൂട്ടിസം ഉണ്ടാകും, ഒബീസിറ്റി ഉണ്ടാകും, കൂടാതെ ഇൻഫെർട്ടിലിറ്റി. ഹിർസൂട്ടിസം എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ. മെയിൽ ലൈക്ക് ഹെയർ പ്രസൻസ് ഉണ്ടാവും, ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, ഫേഷ്യൽ ഹെയർ ഒക്കെ ഒത്തിരി കൂടുതൽ ഉണ്ടാവും. അതിനാണ് നമ്മൾ ഹിർസൂട്ടിസം എന്ന് പറയുക. കൂടാതെ ഒബീസിറ്റി, BMI കൂടുതലായിരിക്കും 30-നെക്കാളും. ദെൻ ഇൻഫെർട്ടിലിറ്റി കേട്ടോ. ഇതാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉള്ളവരിൽ ഈ കണ്ടീഷൻസ് കൂടെ കാണും എന്ന് ഓർക്കുക. നെക്സ്റ്റ് കോമൺ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി
ഇൻഫെർട്ടിലിറ്റി ഇൻ ഫീമെയിൽസിലെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാൻ ഉള്ള കോമണസ്റ്റ് കോസ് എന്താണ്? അനോവുലേഷൻ. എന്താണ് അനോവുലേഷൻ? ആബ്സെൻസ് ഓഫ് ഓവുലേഷൻ അല്ലെ, ഓവുലേഷൻ നടക്കുന്നില്ല. നെക്സ്റ്റ് ഒവേറിയൻ ക്യാൻസറിന്റെ മാർക്കർ, അതായത് CA ഓവറി, ക്യാൻസർ ഓവറി ഉണ്ടല്ലോ, അതിന്റെ മാർക്കർ ഏതാണ്? CA-125 കേട്ടോ, CA-125 ആണ് ഒവേറിയൻ ക്യാൻസറിന്റെ മാർക്കർ. ദെൻ മെനോറേജിയ എന്താണ്? എക്സസീവ് ബ്ലീഡിംഗ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ സമയത്ത് ഉണ്ടാകുന്ന എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ്ങിനാണ് നമ്മൾ മെനോറേജിയ എന്ന് പറയുക. എക്സസീവ് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ ബ്ലീഡിംഗ് എന്ന് പറയുക ഒരു സൈക്കിളിൽ കേട്ടോ, ഒരു സൈക്കിളിൽ 20 to 80 ml ആണ് നോർമൽ ആയിട്ട് പറയുക. സോ ഈ 80 ml കൂടുതൽ ബ്ലീഡിംഗ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ മെനോറേജിയ എന്ന് പറയും. കൂടാതെ ബ്ലീഡിംഗ് ഫേസ് എന്ന് പറയുന്നത് 4 to 5 days അല്ലെങ്കിൽ 3 to 5 days ആണ് ഈ ബ്ലീഡിംഗ് ഫേസ് വരിക. സോ ഈ 5 days കൂടി കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് പറയും? മെനോറേജിയ എന്ന് പറയും കേട്ടോ. നെക്സ്റ്റ് എന്താ? മെട്രോറേജിയ. എന്താ മെട്രോറേജിയ? ഇറഗുലർ യൂട്രൈൻ ബ്ലീഡിംഗ് ബിറ്റ്വീൻ ദ പീരീഡ്സ് കേട്ടോ. ഈ റെഗുലർ ആയിട്ടുള്ള പീരീഡ്സ് വരുന്നതിന് പകരം എന്ത് സംഭവിക്കും? ഇറഗുലർ ആയിട്ടുള്ള യൂട്രൈൻ ബ്ലീഡിംഗ് ഉണ്ടാകും. അതിനാണ് നമ്മൾ എന്ത് പറയുക? മെട്രോറേജിയ എന്ന് പറയുക കേട്ടോ. നെക്സ്റ്റ് ഓക്സിറ്റോസിൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ് ടു ഇൻഡ്യൂസ് ലേബർ ആൻഡ് കൺട്രോൾ PPH. ലേബറിനെ ഇൻഡ്യൂസ് ചെയ്യാനും കൂടാതെ പോസ്റ്റ് പാർട്ടം ഹെമറേജിനെ കൺട്രോൾ ചെയ്യാനുമാണ് നമ്മൾ ഓക്സിറ്റോസിൻ യൂസ് ചെയ്യുക. ദെൻ മിസോപ്രോസ്റ്റോൾ എന്താണ്? പ്രോസ്റ്റാഗ്ലാൻഡിൻ യൂസ്ഡ് ഇൻ മെഡിക്കൽ അബോർഷൻ അല്ലെ, മെഡിക്കൽ അബോർഷനിൽ യൂസ് ചെയ്യുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ ആണ് മിസോപ്രോസ്റ്റോൾ. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് മെഗ്നീഷ്യം സൾഫേറ്റ് എന്താണ്? ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ എക്ലാംസിയ. ദെൻ മിഫിപ്രസ്റ്റോൾ എന്താണ്? അത് ആന്റി പ്രൊജസ്റ്റിൻ ആണ് യൂസ്ഡ് ഇൻ മെഡിക്കൽ അബോർഷൻ. ദെൻ എന്താണ് ഹിസ്ട്രോസാൽപിൻജോഗ്രഫി? യൂസ് ടു ചെക്ക് ദ ഫെലോപ്പിയൻ ട്യൂബ് പേറ്റൻസി. നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിന്റെ പേറ്റൻസി ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹിസ്റ്ററോസാൽപിൻജോഗ്രഫി എന്ന് ഓർക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കമ്പോണൻസ് ഓഫ് അബ്ഗാർ അല്ലെ, അബ്ഗാർ സ്കോറിന്റെ കമ്പോണൻസ് എന്താണ്? അപ്പിയറൻസ്, ദെൻ പൾസ്, ഗ്രിമേസ്, ആക്ടിവിറ്റി ആൻഡ് റെസ്പിറേഷൻ. ദെൻ കീഗൽ എക്സസൈസ് എന്താണ്? യൂസ് ടു സ്ട്രെങ്തൻ ദ പെൽവിക് ഫ്ലോർ മസിൽസ് അല്ലെ, പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്സസൈസ് ആണ് കീഗൽ എക്സസൈസ്. ദെൻ എപ്പിസിയോട്ടമി എപ്പോഴാണ് ചെയ്യുക? ഹിസ് കോമൺലി ഡൺ ആൻഡ് ക്രൗണിങ് അല്ലെ, ഹെഡ് ക്രൗൺ ചെയ്യുന്ന സമയത്താണ് ടു അവോയ്ഡ് പെരിനിയൽ ടിയർ, അപ്പോഴാണ് നമ്മൾ എപ്പിസിയോട്ടമി ചെയ്യുക. ദെൻ മോഡിഫൈഡ് ബിഷപ്പ് സ്കോർ അറിയാമല്ലോ, മോഡിഫൈഡ് ബിഷപ്പ് സ്കോർ അതിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? സെർവൈക്കൽ ഡയലറ്റേഷൻ, ദെൻ സെർവൈക്കൽ ലെങ്ത് ഇൻ സെന്റിമീറ്റർ, ദെൻ സെർവൈക്കൽ കൺസിസ്റ്റൻസി, സെർവിക്സ് പൊസിഷൻ, ദെൻ ഫീറ്റൽ ഹെഡ് സ്റ്റേഷൻ. മാക്സിമം സ്കോർ, ബിഷപ്പ് സ്കോറിന്റെ മാക്സിമം സ്കോർ എത്രയാണ്? 13 ആണ് അല്ലെ, 13. 6 to 13 ഇൻഡിക്കേറ്റ്സ് ഫേവർ ആണ് അല്ലെ, ഫേവറബിൾ സർവിക്സ് ആണ് 6 to 13 എന്ന് പറയുക. നെക്സ്റ്റ് പ്യൂപ്പറിൻ ലാസ്റ്റ് ഫോർ 6 months പോസ്റ്റ് ഡെലിവറി. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം 6 months അല്ല 6 weeks കേട്ടോ, 6 weeks പോസ്റ്റ് ഡെലിവറി ആണ് നമ്മൾ പ്യൂർപേറിയം എന്ന് പറയുക. നെക്സ്റ്റ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് മെറ്റേണൽ മോർട്ടാലിറ്റി ഇൻ ഇന്ത്യ എന്താണ്? ഹെമറേജ് ആണ്. ദെൻ പ്ലാസന്റ പ്രീവിയ പ്രസൻസ് വിത്ത് പെയിൻലെസ് വജൈനൽ ബ്ലീഡിംഗ് ആൻഡ് ലേറ്റ് പ്രഗ്നൻസി. ദെൻ അബ്രപ്ഷ്യോ പ്ലാസന്റ എന്ത് ചെയ്യുന്നു? കോസസ് പെയിൻഫുൾ വജൈനൽ ബ്ലീഡിംഗ് ആൻഡ് യൂട്രൈൻ ടെൻഡർനെസ് അല്ലെ. പ്ലാസന്റ പ്രീവിയ പെയിൻലെസ് വജൈനൽ ബ്ലീഡിംഗ് ആണ്, അബ്രപ്ഷ്യോ പ്ലാസന്റ ആണെങ്കിലോ പെയിൻഫുൾ വജൈനൽ ബ്ലീഡിംഗ് ആണ് ഓർക്കുക. നെക്സ്റ്റ് ലോക്കിയ റൂബ്ര ലാസ്റ്റ് ഫോർ ഫസ്റ്റ് 3 to 5 days പോസ്റ്റ്പാർട്ടം. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ 3 to 5 days ആണ് ലോക്കിയ റൂബ്ര ലാസ്റ്റ് ചെയ്യുക. ദെൻ മീഥൈൽ എർഗോമെട്രിൻ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ഹൈപ്പർടെൻസീവ് പേഷ്യൻസ് ഡ്യൂ ടു റിസ്ക് ഓഫ് ഹൈ BP. അതായത് മീഥൈൽ എർഗോമെട്രിൻ ഇറ്റ്സെൽഫ് BP കൂട്ടും, അതുകൊണ്ട് തന്നെ അത് ഹൈപ്പർടെൻസീവ് പേഷ്യൻസിലെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് ഓർക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50 വൺലൈനേഴ്സ് ആണ് ഒബിസിയിൽ നിന്ന്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചോട്ടെ, നമ്മുടെ GPH റിവിഷൻ ബാച്ചിന് അഡ്മിഷൻ നടക്കുന്നു, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ DME സ്റ്റാഫ് നഴ്സിന്റെയും എക്സാമിന്റെ നമ്മുടെ ബാച്ച് റണ്ണിംഗ് ആണ്, അതിനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.